ലക്ഷദ്വീപിലെ നേരിടുന്ന മാതിരി ഒരു കാലാവസ്ഥ അല്ല മാലദ്വീപിലുള്ളത്. ലക്ഷദ്വീപിൽ വരുന്ന മൺസൂൺ 4 മാസം നീണ്ടു നിൽക്കുന്ന ഈ മൺസൂണിൻ്റെ ആക്രമണം അവിടെ അനുഭവപ്പെടുന്നില്ല. ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂട്ടായി അവർ രാഷ്ട്രപതിയോട് അപേക്ഷിച്ചിട്ടുണ്ട്, ലക്ഷദ്വീപിൻ്റെ ലഗൂണിനകത്ത് ഇത്തരം പദ്ധതികൾ അടിച്ചേൽപ്പിക്കരുത്, അത് ആ ദ്വീപുകളുടെ നിലനിൽപ്പിനെ ബാധിക്കും. എന്നോട് ഉത്തരവാദപ്പെട്ട ചിലർ പറഞ്ഞിരിക്കുന്നത്, ഒരു വിമാനം ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുമ്പോൾ, വലിയ വിമാനം 10,000 ടൺ വെയിറ്റ് ആണ് ലാൻഡിലോട്ട് ഗ്രൗണ്ടിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ്. ഈ ദ്വീപുകൾക്ക് അതൊന്നും താങ്ങാനുള്ള കഴിവില്ല. ഈ തുരുത്തുകൾ നാരോ സ്ട്രിപ്പാണ്. ഇത് വളരെ ചെറിയൊരു, അതും കോറൽ അടിസ്ഥാനമാക്കിയ കരിങ്കല്ലല്ല. നിങ്ങളുടെ വൻകരയിലെ മാതിരി ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ ഈ ഭാഗത്ത് ഭൂമിയുടെ അടി മുഴുവൻ കരിങ്കല്ലാണ്. ലക്ഷദ്വീപിന്റെ അടിയിൽ കരിങ്കല്ലല്ല, ലക്ഷദ്വീപിന്റെ അടിയിൽ കോറൽ സ്റ്റോൺ ആണ്. ഈ ലക്ഷദ്വീപിലെ പണ്ടാരം ഭൂമി പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകളും വളരുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപ് ടൂറിസം ട്വിറ്ററിൽ, നിലവിൽ എക്സ് ആയിട്ടുള്ള ട്വിറ്ററിൽ ഒരു ഹാഷ്ടാഗായി വരികയും അത് വൈറലായി തീരുകയും ചെയ്തു. അതോട് കൂടെ തന്നെ മാൽദീവ്സ് ബോയ്ക്കോട്ട് ആയിട്ടുള്ള ഹാഷ്ടാഗുകളും കൂടെ ഉണ്ടായി. മാലദ്വീപിനെ പകരം വയ്ക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇന്ന് ലക്ഷദ്വീപ് സങ്കല്പിക്കപ്പെടുന്നു. അതേസമയം ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് ഈ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ലക്ഷദ്വീപിലെ ജനങ്ങളെ പുറത്താക്കിക്കൊണ്ടുള്ള, ദ്വീപുകാരെ ദ്വീപിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ദ്വീപിനെ ഏൽപ്പിക്കുന്ന ഒരു പദ്ധതിയായി മാറുകയാണോ ലക്ഷദ്വീപ് ടൂറിസം? ഒരിക്കലും മാലദ്വീപിലെ ടൂറിസത്തിന് ലക്ഷദ്വീപ് പകരം വെക്കാൻ കഴിയുകയില്ല. കാരണം അവർ വളരെ കൊല്ലത്തെ പരിശ്രമം കൊണ്ട്, അവർക്ക് മറ്റു വരുമാന മാർഗമില്ലാത്തത് കൊണ്ടും, വളരെ ചെറിയ ഒരു ഗവൺമെൻറ് ആയതുകൊണ്ടും അവരുടെ കയ്യിൽ ധാരാളം ദ്വീപുകളുണ്ട്. 1200ഓളം ദ്വീപുകളുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ തുരുത്തുകളാണ്. 5 ഏക്കർ, 10 ഏക്കർ, 20 ഏക്കർ ഇങ്ങനെയൊക്കെ വരുന്ന ചെറിയ ചെറിയ സൈസ് ദ്വീപുകളാണ്. അപ്പോൾ ആ ദ്വീപുകൾ അവർ ഓരോ ഹോട്ടൽ ഗ്രൂപ്പിന് അലോട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഹോട്ടൽ സ്ഥാപിച്ച് നടത്തിക്കോളൂ, 20 കൊല്ലം കഴിഞ്ഞാൽ ഇത് മാലദ്വീപിൻ്റെ സ്വത്തായി മാറും. ആ കണ്ടീഷനിൽ ഏറ്റെടുത്തുകൊണ്ടാണ് അവർക്ക് അവിടെ ടൂറിസം നടത്തുന്നത്. എന്നാൽ ലക്ഷദ്വീപിൽ നമ്മുടെ കയ്യിൽ ജനവാസമില്ലാതെ ഉള്ളത് 17 ദ്വീപുകളാണ്. ആ 17 ദ്വീപുകളിൽ തന്നെ ടൂറിസം നടത്താൻ പറ്റിയ സ്ഥലങ്ങളാകെയുള്ളത് 6ഓ 7ഓ ആണ്. അപ്പോൾ ഈ 7ഓ 8ഓ ദ്വീപിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മീഡിയ പ്രവർത്തകരും ഈ രാജ്യത്തെ ബാക്കിയുള്ള ഗവൺമെൻറ് അധികാരികളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ദ്വീപ് സന്ദർശനവും മാലദ്വീപ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായ പ്രകടനവും അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിമാരുടെ ബാലിശമായ പ്രവർത്തനവും കാരണം ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുകയും ലക്ഷദ്വീപിലേക്ക് ഇപ്പോൾ വലിയ പ്രശ്നം നിങ്ങൾ പറഞ്ഞ മാതിരി ടൂറിസം അന്വേഷണം വരുന്നുണ്ട്. എന്നാൽ ലക്ഷദ്വീപിലെ നേരിടുന്ന മാതിരി ഒരു കാലാവസ്ഥ അല്ല മാലദ്വീപിലുള്ളത്. ലക്ഷദ്വീപിൽ വരുന്ന മൺസൂൺ 4 മാസം നീണ്ടു നിൽക്കുന്ന ഈ മൺസൂണിൻ്റെ ആക്രമണം അവിടെ അനുഭവപ്പെടുന്നില്ല. മാലദ്വീപ് അപ്പുറത്ത് വിട്ടിട്ടാണ് നമുക്ക് ഈ മൺസൂൺ വരുന്നത്. ആ മൺസൂണിൽ ഇവരുദ്ദേശിക്കുന്ന കടലിൽ പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരൊറ്റ വില്ലയും ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പിന്നെ സാങ്കേതികമായി അവരൊക്കെ വലിയ കഴിവുള്ളവരാണ്. അവരുടെ അടുത്ത് പല സാങ്കേതിക വിദ്യകളും ഉണ്ടാകാം. അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്യും എന്നുള്ളത് കാണാം, കാത്തിരുന്ന് കാണാം. അതിനെക്കുറിച്ച് ഞാൻ തൽക്കാലം എന്ന് മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനം കാണാൻ ലക്ഷദ്വീപിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, മുമ്പ് ഞങ്ങൾ 12 കൊല്ലത്തിൽ ഒരു കൊടുങ്കാറ്റ് വരുമെന്ന് വിചാരിച്ച സ്ഥലത്ത് ഇപ്പോൾ കൊല്ലം 2, 3 കൊടുങ്കാറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ച് ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റീസ് ബീച്ച് സോണിൽ ഡെവലപ്പ് ചെയ്യുക, അത് ഒരു പ്രശ്നം ഒരു ഭാഗത്ത്. മറ്റൊന്ന്, ഞങ്ങൾ ഇതിനെതിരല്ല, ഞങ്ങളും അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ആ രീതിയിൽ ഞങ്ങളെയും കൂട്ടി മുന്നോട്ട് പോകാൻ ഗവൺമെൻറ് തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമുക്കും അതിൽ സഹകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇപ്പോൾ അവർ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം ഞങ്ങളുടെ സാംസ്കാരിക താല്പര്യമാണ്. ലക്ഷദ്വീപിൽ മുഴുവൻ 100% മുസ്ലിമീങ്ങളാണ്.
അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്ന ദ്വീപുകളിൽ ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ വന്നവിടെയൊക്കെ വാശി പിടിച്ച് ലിക്കർ ഷോപ്പുകൾ വേണം എന്ന് പറഞ്ഞ് ടൂറിസം നടത്തുന്ന ദ്വീപുകളിൽ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളാരും അതിനെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളെ നന്മയുള്ളൊരു അഡ്മിനിസ്ട്രേറ്റർ വന്നാൽ ഇതൊക്കെ അടച്ചു പൂട്ടും. കാരണം ഞങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പദ്ധതി ഞങ്ങളുടെ നേതൃത്വത്തിൽ അവർ ഗുജറാത്തിൽ ഇല്ലാത്ത ഒരു മദ്യ നയം ലക്ഷദ്വീപിൽ അവിടെ നിന്നുള്ള ഈ പറയുന്ന ആൾക്കാർ നടപ്പിലാക്കുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. ഗുജറാത്ത് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായതുകൊണ്ട് അവിടെ മദ്യത്തിന് വിലക്കുണ്ട്. എന്നാൽ ഈ തരത്തിൽ ജനങ്ങൾക്കാർക്കും ഇഷ്ടമില്ലാത്ത, ഞങ്ങൾ മോശം എന്ന് കരുതുന്ന ഒരു കാര്യം ഞങ്ങളുടെ മദ്യത്തിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങേറ്റം സങ്കടകരമാണ്. അപ്പം ഞങ്ങൾക്ക് ഇനി വരുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്യമില്ലാത്ത ടൂറിസം കൊണ്ടുവരൂ ലക്ഷദ്വീപിലേക്ക്. ഞങ്ങൾ 100% സഹകരിക്കാൻ തയ്യാറാണ്. പിന്നെ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഈ ദ്വീപുകളിലെല്ലാം ഞങ്ങൾക്കും സുപ്രീം കോടതി അനുവദിച്ച ഈ തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ ടൂറിസം ഈ 2600 ടൂറിസ്റ്റ് ബെഡ് ലക്ഷദ്വീപിലെ എൻ്റർപ്രിനേഴ്സിന് ആവശ്യമായ സഹായവും സഹകരണവും നൽകിക്കൊണ്ട് വേണം. ലക്ഷദ്വീപിലെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇന്ത്യ ഗവൺമെൻറ് ഒരു 100 കോടി രൂപ കൊടുക്കും. അവർ ഞങ്ങൾക്ക് ലോണായിട്ട് തരട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ വരുന്ന പ്രഷർ 2600 ബെഡ് ഉണ്ടെങ്കിൽ അതിന് 2-3 കപ്പലും ഗവൺമെൻറ് അതിനായിട്ട് പ്രത്യേകം കപ്പലുകൾ തന്നാൽ വളരെ ഭംഗിയായിട്ട് ദ്വീപിൽ ഈ പറഞ്ഞ മാതിരി ധാരാളം പേർക്ക് ഓരോ കൊല്ലവും ഈ പറഞ്ഞ അത്രയും ആൾക്കാർക്ക് ദ്വീപ് സന്ദർശിച്ചു പോകാൻ എന്തായാലും സാധിക്കും. അപ്പോൾ അതിന് ഞങ്ങൾക്കും അതിൽ പങ്കാളികളാകാൻ വേണ്ട സാമ്പത്തിക സഹായം നൽകി ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ രീതിയിൽ ഞങ്ങളെ മുഴുവനായിട്ട് അവഗണിച്ചുകൊണ്ടും അടിച്ചമർത്തിക്കൊണ്ടും ഒഴിവാക്കിക്കൊണ്ടും പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് പോവുക എൻ്റെ ഭാവനയിൽ അത് ഒരിക്കലും സാധിക്കുകയില്ല. അതിനൊരു ഗവൺമെൻറ്റും ഒരിക്കലും ശ്രമിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ്. ഓക്കെ, മാലദ്വീപിലെ പോലെ ടൂറിസം ലക്ഷദ്വീപിൽ സാധ്യമല്ല എന്ന് പറയുകയുണ്ടായി. മാലദ്വീപിലെ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് അവിടുത്തെ ലഗൂൺ വില്ലകളാണ്. ലക്ഷദ്വീപിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൺസൂൺ കാലാവസ്ഥയും ഒക്കെ കണക്കിലെടുത്ത് ഈ ലഗൂൺ വില്ലകൾ ലക്ഷദ്വീപ് ടൂറിസത്തിൽ സാധ്യമാണോ? അത് ലക്ഷദ്വീപിൻ്റെ പരിസ്ഥിതിയെ, ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് ദ്വീപ് എന്നുള്ളത്. ഇപ്പം ഈ ലഗൂണുകളെ, ലക്ഷദ്വീപിൻ്റെ പരിസ്ഥിതിയെ എല്ലാം ഈ ടൂറിസം ഏതെല്ലാം നിലകളിൽ ബാധിക്കുമെന്നാണ് ആശങ്കപ്പെടുന്നത്? മിനിക്കോയ് ദ്വീപിൽ തെക്ക് ഭാഗത്തായിട്ട് വിരിങ്കിലി എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഒരു നിരീക്ഷണ കേന്ദ്രം, ഒബ്സർവേഷൻ ടവർ, കോൺക്രീറ്റിൻ്റെ വലിയൊരു ടവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനുശേഷമാണെന്ന് തോന്നുന്നു മിനിക്കോയിൽ നിന്ന് വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു റിപ്പോർട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചു, മിനിക്കോയുടെ തെക്കേ അറ്റത്ത് നിന്നും ഒരു പാറ നീളത്തിൽ പൊളന്ന് ഭയങ്കര നീളത്തിൽ പാളയിൽ ഒരു പാറ, അതായത് ഭൂമിയുടെ അടിത്തറയായി കിടക്കുന്ന പാറയിൽ, that is perhaps the top layer of the coral reef, അവിടെ ഒരു പൊട്ട് ആദ്യമായിട്ട് പുറത്തു. അത് ലക്ഷദ്വീപിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഒരു പക്ഷേ ഈ രീതിയിലുള്ള ഒരു ഒരു വലിയ സ്ട്രക്ചർ മറ്റെങ്ങും ഇതേവരെ വന്നിട്ടില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ആണോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ ഒരു സംഭവം, അത് ഞാൻ തന്നെ എൻ്റെ സ്വന്തം കപ്പാസിറ്റിയിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയുടെയും മറ്റധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിനിടയിൽ ബാക്കി ചില സ്ഥാപനങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ മിനിക്കോയിലേക്ക് അതിനെക്കുറിച്ച് കാണാനും അറിയാനും പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു നമ്മുടെ അനുഭവമാണ്, നമ്മുടെ തൊട്ട് മുമ്പിൽ ഇപ്പം തന്നെ കൺമുമ്പിൽ കാണിച്ചു തരാവുന്ന ഒരു കാര്യമാണ്. ഈ ലക്ഷദ്വീപിൽ ഇവർ ഈ പറയുന്ന രീതിയിൽ ടൂറിസം പദ്ധതികളെക്കുറിച്ച് ഇതേ നമ്മുടെ പട്ടേൽ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്തതിന് ശേഷം ഉത്തരേന്ത്യയിലെ പത്രങ്ങളിലെല്ലാം തുടർച്ചയായി ഫ്രണ്ട് പേജിൽ ഭയങ്കര പരസ്യം നൽകി ഇവർ ലക്ഷദ്വീപിലേക്ക് ഇതേമാതിരി ലഗൂൺ വില്ലകളൊക്കെ സ്ഥാപിക്കാൻ ആൾക്കാരെ ക്ഷണിച്ച അവസരത്തിൽ ഇന്ത്യയിലെ 150 ശാസ്ത്രജ്ഞന്മാർ കഴിഞ്ഞ 50 കൊല്ലത്തിൽ ലക്ഷദ്വീപിന് വരികയും അല്ലെങ്കിൽ കോറലുകളെ സംബന്ധിച്ചോ ഈ പരിസ്ഥിതിയോ സംബന്ധിച്ചോ ഏറ്റവും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉപദേഷ്ടാക്കളായും വിവിധ റിസർച്ച് സ്ഥാപനങ്ങളിൽ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂട്ടായി അവർ രാഷ്ട്രപതിയോട് അപേക്ഷിച്ചിട്ടുണ്ട്, ലക്ഷദ്വീപിൻ്റെ ലഗൂണിനകത്ത് ഇത്തരം പദ്ധതികൾ അടിച്ചേൽപ്പിക്കരുത്, അത് ആ ദ്വീപുകളുടെ നിലനിൽപ്പിനെ ബാധിക്കും, കോറൽസിൻ്റെ
പ്രത്യേകിച്ച് ഈ കോറൽ എന്ന് പറയുന്നത് വളരെ അതായത് സമുദ്ര ഇപ്പം തന്നെ അവർ പറയുന്നത് എൽ നിനോ അതൊക്കെ പറഞ്ഞൊരു ഇമ്പാക്റ്റ്, അത് കടലിൻ്റെ ടെമ്പറേച്ചറിൽ വരുന്ന 2 ഡിഗ്രി വ്യത്യാസം വരുമ്പോഴേക്ക് അത് നശിക്കുകയാണ്. അങ്ങനെ ലക്ഷദ്വീപിലെ മൊത്തം കോറലിൽ ഏകദേശം 65-68% നശിച്ചു എന്നാണ്. അതിന് ബാക്കി കുറഞ്ഞ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നിരീക്ഷണത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത് റിപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സാങ്കേതിക വിദ്യ ഉണ്ട്. ലക്ഷദ്വീപിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് കവരത്തിയുടെ ലഗൂണിന് തൊട്ട് പുറത്ത്, റീഫിന് പുറത്ത് നല്ല നിലക്ക് കോറൽസ് റീപ്ലാന്റ് ചെയ്ത് നല്ലൊരു ഫീൽഡ് അവർ ഉണ്ടാക്കിയിരുന്നു. അക്കൂട്ടത്തിൽ ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫിയും സഹകരിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത അത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊന്നും ചെയ്തിട്ടില്ല. പകരം ഇതാണ് വരുന്നത്, ഈ പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്ന നഷ്ടങ്ങളെയോ അത് നികത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമുദ്രനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ഈ ദ്വീപുകൾക്കുണ്ടാകുന്ന ഭീഷണി നേരിടുന്നതിന് വേണ്ടി യാതൊരു പദ്ധതിയും ഗവൺമെൻറ്റിൻ്റെ തിങ്കിങ്ങിൽ കാണുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ രീതിയിൽ ലാർജ് സ്കെയിൽ ടൂറിസം ആണ്, അതും ലഗൂണിനകത്ത് പില്ലറടിച്ചുകൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ലക്ഷദ്വീപിൻ്റെ പരിസ്ഥിതിയെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ദ്വീപിലെ ജനങ്ങൾ ഈ ലഗൂൺ ഫിഷ്, അതിലും ലഗൂണിൽ നിന്നാണ് ബൈറ്റ് ഫിഷ്, അതായത് ചൂര പിടിക്കാൻ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മീൻ ചൂരയാണ്. അപ്പോൾ ഈ ചൂരയെ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ മീനുകൾ അത് കൂട്ടമായിട്ട് വന്ന് ഈ ലഗൂണിൽ ഇത് ചെയ്യുന്നത് ാണ് ഞങ്ങൾ വലയിട്ട് പിടിച്ച് കൊണ്ടുപോയി ഇരയായിട്ട് ഉപയോഗിച്ച് ചൂര പിടിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഈ ലഗൂൺ മുഴുവൻ ഇവർ പില്ലറടിച്ച് ഈ രീതിയിലുള്ള പരിസ്ഥിതിയിൽ മാറ്റം വന്നാൽ അത്തരം ബൈറ്റ് ഫിഷിൻ്റെ ആവാസ കേന്ദ്രത്തിനും അതിൻ്റെ വരവിനും പോക്കിനും കൂടി ഭീഷണി ഉണ്ടായേക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മീൻപിടുത്തത്തെയും ഞങ്ങളുടെ ഉപജീവനത്തെയും അത് സാരമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഈ നിലക്ക് ഉള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ടാറ്റ ഗ്രൂപ്പ് പോലെയുള്ള വലിയ കമ്പനികൾ ലക്ഷദ്വീപിൽ അവരുടെ റിസോർട്ടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ലക്ഷദ്വീപിൽ ടൂറിസം നടപ്പിലാക്കുമ്പോൾ അതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ ലക്ഷദ്വീപിലുണ്ടോ? ലക്ഷദ്വീപിലാണെങ്കിൽ ആവശ്യത്തിന് ഇലക്ട്രിസിറ്റി ഇല്ല, ശുദ്ധജലം ലഭ്യമല്ല. ഞങ്ങൾക്ക് അത്യാവശ്യം തരാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ചില പ്രൊജക്റ്റുകൾ അവിടെ ഉണ്ടാക്കി, ഡീസാലിനേഷൻ പ്ലാന്റ് ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി കാലാവസ്ഥയുടെയും മറ്റേ ഈ കടൽ നിരപ്പ് വർദ്ധിച്ചു വരുന്ന ഇതൊക്കെ ലക്ഷദ്വീപിൽ ഒരു ലാർജ് സ്കെയിൽ ഈ പറയുന്ന രീതിയിൽ ഇതിനെ പിന്നെ ഞങ്ങളുടെ ഉള്ള സ്ഥലത്ത് ഒപ്പിച്ച് കരയിൽ കുറേ ഹട്ടുകൾ ഉണ്ടാക്കി ഇത് നടത്തുന്ന ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് പോകാം. അല്ലാതെ ലക്ഷദ്വീപിൽ ഏതായാലും ഈ ലാർജ് സ്കെയിൽ ഇത് വരുന്നത് അവരെ സംബന്ധിച്ചും അവർക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി കാലാവസ്ഥ വ്യതിയാനവും കൊടുങ്കാറ്റുകളും ഈ പറഞ്ഞ പരിസ്ഥിതി പ്രശ്നങ്ങളും, കാരണം നാളെ ഇവർ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അതിനുശേഷം വല്ല പരിസ്ഥിതി പ്രശ്നം വന്നാൽ, ഉദാഹരണമായിട്ട് ടാറ്റ കമ്പനി വന്ന് ഈ പറഞ്ഞ മാതിരി ലഗൂണിലൊക്കെ പില്ലറടിച്ച് അവരുടെ കൺസ്ട്രക്ഷനൊക്കെ പൂർത്തിയാക്കിയ സ്റ്റേജിൽ ആരെങ്കിലും എൻവയോൺമെൻറ്റുകാരുടെ നിരീക്ഷണത്തിൽ വല്ല അപകടവും പറ്റിയതായി കണ്ടാൽ അത് മുഴുവൻ ഉപേക്ഷിച്ച് അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവർ ഇപ്പോൾ കണക്കിലെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവരൊക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. അപ്പം നമ്മുടെ ഈ സാഹചര്യം കണക്കിലെടുത്ത് അതിന് ഉചിതമായ പദ്ധതിയുമായി അവർ വരികയാണെങ്കിൽ നമുക്ക് അതിൽ പ്രശ്നമില്ല. പക്ഷേ സഞ്ചാരികൾക്ക് പോയിട്ട് രോഗികൾക്ക് പോലും സഞ്ചരിക്കാനുള്ള കപ്പലുകൾ ഇന്ന് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സഞ്ചാരികൾക്ക് ലക്ഷദ്വീപിൽ എത്താൻ വേണ്ടി കഴിയും? ലക്ഷദ്വീപിൽ ഈ ടൂറിസം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള അതിനു മുമ്പ് നടപ്പിലാക്കേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ അക്കാര്യം ചോദിച്ചത് നന്നായി. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിൽ ഏതാണ്ട് 2500ഓളം ആൾക്കാരെ അപ്പുറം ഇപ്പുറം കൊണ്ടുപോകാൻ മാത്രം കപ്പലുകളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. പക്ഷെ അതിൽ നിന്നും മിക്കപ്പോഴും ഇത് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമുള്ള സമയത്ത്, അതായത് ഒരു കപ്പൽ ഒരു കൊല്ലത്തിൽ ഒരു തവണ ആനുവൽ റിപ്പയറിന് പോകണം, അതായത് 1 മാസത്തോളം ടൈം എടുക്കും. അപ്പോൾ അത് മാൻഡേറ്ററി ആണ്. അത് ഇല്ലെങ്കിൽ കപ്പലിന് ക്ലിയറൻസ് മറ്റേ ഇത് കൊടുക്കില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല കടലിൽ പോകാൻ വേണ്ടിയുള്ള. MMDയുടെ ഭാഗത്തുനിന്ന് ഒബ്ജക്ഷൻ വരും. അപ്പോൾ ഇതൊക്കെ സമയത്ത് ചെയ്യാതെയും അല്ലെങ്കിൽ കരുതി കൂട്ടി ഇവർക്ക് ഇത്ര കപ്പൽ മതി എന്ന് ആരെങ്കിലും തീരുമാനിച്ചത് കാരണമാണ് ഇപ്പോൾ ആകെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് 2-3 കപ്പലുകൾ. ഇപ്പോൾ ഇത് അടുത്ത മാസത്തെ പ്രോഗ്രാം വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലുള്ളത് 2 കപ്പലുകൾ മാത്രമാണ്. 700 ആൾ കയറുന്ന കവരത്തി കപ്പലും
പിന്നെ ഒരു കപ്പലുമാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് മറ്റൊരു 400 ആൾ കയറുന്ന 2 കപ്പലുകളുണ്ട്, 250 ആൾ കയറുന്ന 2 കപ്പലുകളുണ്ട്, 700 ആൾ കയറുന്ന 1 കപ്പലുണ്ട്, 150 ആൾക്കാർക്ക് യാത്ര ചെയ്യാവുന്ന 3 ഫെറി വെസലും മറ്റൊരു കപ്പലും കൂടിയുണ്ട്. അപ്പം അതൊക്കെ ഓടിക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച്, അത് ഇന്റർ ഐലൻഡിലേക്കാണ് മെയിൻലി ഈ 150 ആൾ കയറുന്ന ഹൈ സ്പീഡ് വെസൽസ് ഉദ്ദേശിച്ചത്, ഇന്റർ ഐലൻഡ് ഇതിനു വേണ്ടിയാണ്. പക്ഷെ ആവശ്യം വരുമ്പോൾ കരയിലോട്ടും അത് ഇടയ്ക്ക് ട്രാഫിക് ആവശ്യത്തിനനുസരിച്ച് ഓടിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ പിന്നെ ടൂറിസ്റ്റുകാർക്ക് കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇന്നുള്ള കപ്പാസിറ്റിയിൽ ഈ പറഞ്ഞ കവർത്തി കപ്പലിൽ നിന്ന് കൂടിയാൽ ഒരു 200 സീറ്റ് കൊടുക്കാം എന്നല്ലാതെ അതിൽ കൂടുതൽ കൊടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് കപ്പലുകൾ തീർച്ചയായും ടൂറിസ്റ്റുകാരെ ഉദ്ദേശിച്ച് കമ്മീഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തുകൊണ്ടല്ലാതെ ഒരു വലിയ രീതിയിലുള്ള ടൂറിസ്റ്റ് പരിപാടിയിലോട്ട് ഗവൺമെൻറ് ചുവട് വെക്കരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അപേക്ഷ. കാരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഒരേ കപ്പലിൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഞങ്ങളുടെ കപ്പലിൽ ആസറ്റ് ഇല്ല. ടൂറിസ്റ്റുകാർ സുഖവാസത്തിന് വരുന്നവരാണ്. അവർക്ക് ധാരാളം ലക്ഷറി ആവുന്നതൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് ഒരുങ്ങിയാണ് അവർ അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ പോക്കറ്റിലിട്ട് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഞങ്ങളുടെ സൗകര്യത്തിന്, സാധാരണക്കാരെ യാത്രക്കാരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കപ്പലിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അവർക്കും ആ സൗകര്യക്കുറവ് അനുഭവപ്പെടും. അപ്പോൾ അതിനൊരിക്കലും ഗവൺമെൻറ് നിൽക്കരുത്. കഴിയുന്നത്ര നല്ല കപ്പലുകൾ സജ്ജമാക്കി, അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് 250 സീറ്റുകൾ വീതമുള്ള ഒരു 2 കപ്പൽ ആ രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപിലും ഈ പറഞ്ഞ മാതിരി ടൂറിസ്റ്റുകാർക്ക് വന്നു പോകാം. പിന്നെ ഇപ്പോൾ ആ കത്തിയിൽ ഒരു വിമാനത്താവളമാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ അവിടെ 1500-600 മീറ്റർ നീളമുള്ള റൺവേയിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 72 ആൾ കയറുന്ന വിമാനമാണ്. അതിനെ വലുതാക്കി വീണ്ടും 800ഓളം മീറ്റർ നീളം കൂട്ടി അവിടെ വലിയ വിമാനങ്ങൾ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് ദ്വീപിൽ നിന്ന് തന്നെ അതിലോട്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സുപ്രീം കോടതി കമ്മിറ്റി ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ്. കാരണം അഗത്തി എന്ന് പറയുന്ന 7.5 കിലോമീറ്റർ നീളമുള്ള സ്ഥലത്ത് ആൾറെഡി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അവിടുത്തെ മൊത്തം ലാൻഡിൻ്റെ 20% ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ബാക്കി പറയുന്ന വിമാനത്താവളവും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് കൂടി നീട്ടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആക്കത്തി ദ്വീപിന് മാത്രം ആ 2600 ബെഡിൽ ഏറ്റവും കൂടുതൽ ബെഡ് ലഭിക്കുന്നത് ആക്കത്തി ഐലൻഡിനാണ്. 400 ബെഡ് സുപ്രീം കോടതി അവർക്ക് അനുവദിച്ചിട്ടുണ്ട് ലോക്കൽ എൻ്റർപ്രിനേഴ്സിന്. ഇതെവിടെ വെക്കും? ഇതിന് സ്ഥലം കൊടുക്കണ്ടേ? ജനവാസം ചുരുങ്ങിയ മേഖലയിൽ ഉണ്ടാക്കാൻ പറഞ്ഞതിന് ഈ ജനവാസം ചുരുങ്ങിയ മേഖല മുഴുവൻ ഗവൺമെൻറ് ഒരൊറ്റ വിമാനത്താവളത്തിന് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരിക്കലും ഗവൺമെൻറ് ആ രീതിയിൽ ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വരുമാന മാർഗം, സാമ്പത്തിക സാധ്യതകൾ വാതിലടക്കരുത്. ഗവൺമെൻറ് അവിടെ കൺസെൻട്രേറ്റീവായി ഒന്ന് ആ പദ്ധതിയെ റിവ്യൂ ചെയ്യണം. എങ്ങനെ? 15 കൊല്ലം മുമ്പ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, ഈ എയർപോർട്ട് അതോറിറ്റിയൊക്കെ കൂടി ഇന്ത്യയിലെ ചെറുകിട വിമാനത്താവളങ്ങൾ എങ്ങനെ വലുതാക്കാം, അതിൻ്റെ ഫ്യൂച്ചർ ആവശ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നതിന് സംബന്ധിച്ച് ഒരു കൺസൾട്ടൻസിയെ അപ്പോയിന്റ് ചെയ്തു. ആ കൺസൾട്ടൻസി ആക്കത്തി വിമാനത്താവളം വലുതാക്കുന്നതിന് സംബന്ധിച്ച് വരികയും അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി അവർ ഇന്ത്യ ഗവൺമെൻറ് നൽകിയ ഉപദേശം, ഇപ്പോഴുള്ള വിമാനത്താവളം തെക്കോട്ട് അതിനപ്പുറത്ത് കൽപ്പിട്ടി എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. ആ ദ്വീപ് നിൽക്കുന്നത് 400 മീറ്റർ അപ്പുറത്താണ്. അപ്പം ആ ദ്വീപ് വരെ തെക്ക് ഭാഗത്തോട്ട് നീട്ടിയാൽ 1 മീറ്റർ പോലും കൂടുതലായി ഇനിയും ആക്കത്തി ദ്വീപുകാരുടെ ഭൂമി പിടിക്കേണ്ട ആവശ്യമില്ല, ഈ വിമാനത്താവളത്തിന് നൽകേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്തോട്ട് നീട്ടിയാൽ അവിടെ വിമാനത്താവളത്തിന് എല്ലാവിധ വിമാനത്തിനും സൗകര്യമായി, ജനങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടില്ല. ആ രീതിയിൽ കൽപ്പിട്ടി ദ്വീപ് മൊത്തം ഗവൺമെൻറ് ഇപ്പോൾ വിമാനത്താവളം വികസനത്തിന് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു പാലം കെട്ടിക്കൊണ്ട് ഇത് അങ്ങോട്ട് 40 മീറ്റർ വീതിയിൽ പാലം കെട്ടി റൺവേ അങ്ങോട്ട് നീട്ടാൻ വേണ്ടി ശുപാർശ നൽകുകയും പ്ലാൻ സമർപ്പിക്കുകയും ആ പ്ലാൻ ഇന്ത്യ ഗവൺമെൻറ്റും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും എയർപോർട്ട് അതോറിറ്റിയും അപ്രൂവ് ചെയ്യുകയും അതിന് എൻവയോൺമെൻറ്റ് മിനിസ്ട്രി എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് വരെ ആ പദ്ധതിക്ക് നൽകി. ഇന്ത്യ ഗവൺമെൻറ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണം വരെ, ഈവൻ ഫണ്ട് വാസ് അപ്രൂവ്ഡ് ഫോർ ദാറ്റ്. ഇത് ഞാൻ ന്യൂസ് പേപ്പറിൽ കൃത്യമായിട്ട് ആ സമയത്ത് അതിൻ്റെ റിപ്പോർട്ട് വായിച്ചതും കണ്ടതുമാണ്.
വിമാനത്താവളം എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്ന മാതിരി റൺവേ കൊണ്ട് തീരുന്നതല്ല. ഇപ്പൊ തന്നെ ആക്കത്തി വിമാനത്താവളത്തിന്റെ വടക്ക് ഭാഗത്ത് 200 മീറ്ററോളം സ്ഥലത്തുള്ള മുഴുവൻ തെങ്ങും വിട്ടിട്ടുണ്ട്. അവിടെ ഒരു കാർഷിക പ്രവർത്തനവും അനുവദിക്കുന്നില്ല. അവർക്ക് എന്തായാലും അവർക്ക് ആർക്കെങ്കിലും വല്ല നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അവരൊക്കെ നഷ്ടപരിഹാരത്തിന് അർഹതയല്ലേ? 200 മീറ്ററോളം നീളത്തിലുള്ള തെങ്ങുകളൊക്കെ വെട്ടിമാറ്റി നിങ്ങൾ ആരും തെങ്ങ് ഇവിടെ കൃഷി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായി ആ ഭൂമിക്ക് ഒരു വാടക നിശ്ചയിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. തീർച്ചയായും. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോഴും അവരുടെ നോട്ടം കഴിയുന്നത്ര ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ പാവപ്പെട്ട ഷെഡ്യൂൾ ട്രൈബിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് അതും ആക്കത്തിൽ ഞങ്ങൾക്ക് അതിൽ ഏറ്റവും സങ്കടം ഇതാണ്. ഏറെ വികസന സാധ്യത നിങ്ങൾ ഒരു ദിവസം ഈ അഡ്മിനിസ്ട്രേഷൻ തന്നെ അവരുടെ ടൂറിസം പോളിസിയിൽ അക്സെപ്റ്റ് ചെയ്ത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിന് വേണ്ടി അവരുടെ പ്ലാൻ തയ്യാറാക്കിയതിൽ പറയുന്നുണ്ട് ഗോൾഡ് ക്ലാസ് ആൻഡ് ഡയമണ്ട് ക്ലാസ്. ഗോൾഡ് ക്ലാസ് അനുസരിച്ച് ഉണ്ടാക്കുന്ന റൂമിന് ദിവസം 3000 രൂപ വാടക വാങ്ങിക്കാം. ഡയമണ്ട് ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ ഒരു റൂമിന് വാങ്ങിക്കാം. ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് ഞങ്ങളോട് ചെയ്യാൻ ടൂറിസം പോളിസിയിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ 400 ബെഡ് പോട്ടെ, അതിൽ നിന്ന് 200 ബെഡിന് ഒരു ദിവസം 5000 രൂപ പോലെ കിട്ടുമ്പോഴേക്ക് എത്ര രൂപ വരുമാനമായി? 3000 രൂപ പോലെ കിട്ടുകയാണെങ്കിൽ ഞാൻ പകുതിയാ പറഞ്ഞത്, 400 ബെഡിനെ ഞാൻ പറയുന്നില്ല. ആക്ച്വലി അഗത്തി പോലുള്ള ഒരു പാരഡൈസ് ഐലൻഡിൽ ദ ഓക്യുപ്പൻസി വിൽ ബി ഫുൾ. തീർച്ചയായും. അഗത്തി ഈ 7 കിലോമീറ്റർ നീളമുള്ള ദ്വീപിന് 16 സ്ക്വയർ കിലോമീറ്റർ വിസ്താരമുള്ള അതിമനോഹരമായ ലഗൂണുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ ലോകം കണ്ട ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഭംഗാരം ദ്വീപ്. 45 സ്ക്വയർ കിലോമീറ്റർ വിസ്താരത്തിലും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് പരളി, തിണ്ണകര എന്നൊക്കെ പറയുന്ന ദ്വീപുകൾ നിൽക്കുന്നത്. അതിനടുത്താണ് വീണ്ടും പക്ഷിപ്പിട്ടി എന്ന് പറഞ്ഞാൽ ഈ അറബിക്കടലിൽ മൊത്തമുള്ള ആകെ ഒരു പക്ഷികളുടെ ദ്വീപുള്ളത് അതിനടുത്താണ്. അപ്പം ഇതൊക്കെ അഗത്തിയെ സംബന്ധിച്ചും വളരെ ആകർഷകമായ ഘടകങ്ങളാണ്. അത് നിരീക്ഷിക്കുന്നവർക്കും പരിസ്ഥിതി നിരീക്ഷിക്കുന്നവർക്കും ബാക്കി സന്ദർശകർക്കും. അപ്പം ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഞങ്ങളെയും അനുവദിക്കണം, നിങ്ങളും ആ സമയത്ത് അത് ചെയ്യണം. അതിന് ഗവൺമെൻറ് തയ്യാറാകണം. എന്നിട്ട് അതിൽ തന്നെ സുപ്രീം കോടതി കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് വടക്കോട്ട് വിമാനത്താവളം യാതൊരു കാരണവശാലും നിങ്ങൾ നീട്ടരുത്. അഥവാ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരേണ്ടതാണ് ആവശ്യമെങ്കിൽ അഡീഷണൽ ഫ്ലൈറ്റ് വെച്ചോളൂ. കൊച്ചിയിൽ വന്നിട്ട് അവർക്ക് ചെറിയ വിമാനത്തിൽ കയറി വരട്ടെ, ഗോവയിൽ നിന്ന് വരട്ടെ. പണ്ട് ഞങ്ങൾക്ക് 15 ആളെയും കൊണ്ട് ഗോവയിൽ നിന്ന് വിമാനം പറഞ്ഞിട്ടുണ്ട്, കൊച്ചിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് 30 ആളെയും കൊണ്ട്. ബോംബെയിൽ നിന്നോ ഗോവയിൽ നിന്നോ കൊച്ചിയിൽ നിന്നോ ഇവിടെ നിന്ന് വെച്ചാൽ അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് നിന്നൊക്കെ അവർ വരട്ടെ, ചാർട്ടർ ചെയ്ത് വരട്ടെ. ഈ 100-200 ആൾക്കാർ കയറുന്ന 200-300 ആൾക്കാർ കയറുന്ന വിമാനം തന്നെ ഈ കൊച്ചു ദ്വീപിൽ ലാൻഡ് ചെയ്യണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയല്ല, എന്നോട് ഉത്തരവാദപ്പെട്ട ചിലർ പറഞ്ഞിരിക്കുന്നത് ഒരു വിമാനം ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുമ്പോൾ വലിയ വിമാനം 10,000 ടൺ വെയിറ്റാണ് ലാൻഡിലോട്ട് ആ ഗ്രൗണ്ടിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ ഉള്ള ഇമ്പാക്റ്റ്. ഈ ദ്വീപുകൾക്ക് അതൊന്നും താങ്ങാനുള്ള കഴിവില്ല. ഈ തുരുത്തുകൾ നാരോ സ്ട്രിപ്പാണ്. ഇത് വളരെ ചെറിയൊരു, അതും കോറൽ അടിസ്ഥാനമാക്കിയ കരിങ്കല്ലല്ല. നിങ്ങളുടെ വൻകരയിലെ മാതിരി ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ ഈ ഭാഗത്ത് ഭൂമിയുടെ അടി മുഴുവൻ കരിങ്കല്ലാണ്. ലക്ഷദ്വീപിന്റെ അടിയിൽ കരിങ്കല്ലല്ല, ലക്ഷദ്വീപിന്റെ അടിയിൽ കോറൽ സ്റ്റോൺ ആണ്, കോറൽ റോക്കാണ്. അപ്പോൾ ലൈം സ്റ്റോൺ, അത് ചുട്ടാൽ ചുണ്ണാമ്പ് എടുക്കാം. ആ രീതിയിലുള്ള ചുണ്ണാമ്പ് കല്ലുകളാണ് ഞങ്ങളുടെ ഇത് നിറയെ നിൽക്കുന്നത്. ഡെഡ് കോറൽസിന്റെ ഒരു ഡെപ്പോസിറ്റ് ആണ്. അതിൻ്റെ കൂടെ സാൻഡ് കൂടി മിക്സ് ചെയ്ത ഒരുമാതിരി കോൺക്രീറ്റ് ചെയ്ത മാതിരി നിൽക്കുന്നതാണ്. ഇതാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന സാധനം. അപ്പം അതിൻ്റെ മുകളിൽ ഇത്രയും പോലെ ഈ ഭാഗം അവർ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ഒന്ന് ഈ രീതിയിൽ. ഇതേപോലെ തന്നെ ഇപ്പം മിനിക്കോയിലും രണ്ടാമതൊരു വിമാനത്താവളം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി ഈ പദ്ധതി ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. ഗവൺമെൻറ്റും ഞങ്ങളുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മിനിക്കോയ് ദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് നീണ്ടു കിടക്കുന്ന ഭാഗം മൊത്തത്തിൽ വിമാനത്താവളത്തിന് കൊടുക്കുകയും അവർ സ്വീകരിക്കുകയും, ഇതാ ഞാൻ നേരത്തെ കാണിച്ച ഈ ഗവൺമെൻറ്റിൻ്റെ ഗസറ്റിയറിൽ ഇതിനകത്ത് പറയുന്നുണ്ട്, മിനിക്കോയുടെ വടക്ക് ഭാഗത്ത് നിന്ന് 1,40,000 സ്ക്വയർ മീറ്റർ സ്ഥലം വിമാനത്താവളത്തിന് വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതല്ലേ, അത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. ആ ഘട്ടത്തിലൊന്നും ആ വിമാനത്താവളത്തിന് യാതൊരു സാങ്കേതിക പ്രശ്നവും ആരും ഉന്നയിച്ചിട്ടില്ല. ദാറ്റ് ഈസ് സെറ്റ് ടു ബി എ സിവിൽ ആൻഡ് മിലിറ്ററി ഗ്രീൻഫീൽഡ് എയർപോർട്ട്. അപ്പോൾ അതിന് ഓക്കെ ആയി, എല്ലാം അപ്രൂവ് ചെയ്ത് പണി തുടങ്ങാൻ നിന്ന ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അത് ഏതാണ്ട് ഒരുതരം വഞ്ചനയാണ് അവർ കാണിച്ചിരിക്കുന്നത്. നാട്ടിൻ്റെ വടക്ക് ഭാഗത്തു നിന്ന് എടുത്ത് തെക്ക് ഭാഗത്തോട്ട് ഇടുകയും ഇപ്പോൾ അവിടെ 2.5 കിലോമീറ്റർ നീളത്തിൽ ഏതാണ്ട്
10 ലക്ഷത്തോളം സ്ക്വയർ മീറ്റർ എനിക്ക് തോന്നുന്നു അവരുടെ കണക്കനുസരിച്ച് ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ 1.5 ലക്ഷം സ്ക്വയർ മീറ്റർ കൊണ്ട് ചെയ്യാവുന്ന വിമാനത്താവളമാണ് അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ തെക്ക് ഭാഗത്ത് കൊണ്ടുപോയി. ഒരുപക്ഷെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി മിനിക്കോയിലെ 3000 ആളുകൾക്ക് കൊടുത്ത ലാൻഡ് മുഴുവൻ ഇതോടെ നഷ്ടപ്പെടും. അവരൊക്കെ സ്വന്തമായി ഭൂമി ഇല്ലാത്ത ഒരു ജനതയായി മാറും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ച് ഒരിക്കലും ഒരു ഗവൺമെൻറ് ഞങ്ങളോട് ചെയ്യരുതെന്നാണ് എനിക്ക് ഏറ്റവും അങ്ങേയറ്റം താഴ്മയോടുകൂടി എനിക്ക് ഗവൺമെൻറ്റിനോടും അധികാരികളോടും ഞങ്ങളെ കാര്യങ്ങളിൽ താല്പര്യമുള്ള എല്ലാവരും മനസ്സിലാക്കണം. ഞങ്ങൾ ആരും ടൂറിസത്തിനെതിരല്ല, വികസനത്തിനെതിരല്ല. അത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടൂറിസം വികസിച്ചപ്പോൾ അവിടെ നിന്ന് ആരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ലല്ലോ, ആരുടെ അടുത്ത് നിന്നും ഭൂമി പിടിച്ചെടുത്തിട്ടില്ലല്ലോ. ഒക്കെ അവരുമായിട്ട് ചേർന്ന് അവരോട് കൂടി ആണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തുനിന്നുള്ള കമ്പനികളെ എന്തിനാണ് കൊണ്ടുവരുന്നത്? ലക്ഷദ്വീപിൽ തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചാൽ പോരെ? തീർച്ചയായും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അശോക ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഒക്കെ നടത്തുന്ന ഇന്ത്യ ഗവൺമെന്റ് അല്ലേ? ടൂറിസം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും മറ്റേ ടൂറിസം ITDCയും എന്താ ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ കൂടിയല്ലേ ഇന്ത്യയിലെ വലിയ വൻകിട ഹോട്ടലുകളൊക്കെ ഈ രാജ്യത്ത് സ്ഥാപിച്ചത്? അശോക ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് മുഴുവൻ നടത്തിയത്. ആ ലക്ഷദ്വീപിലെ ഒരു ഷെഡ്യൂൾ ട്രൈബ് പ്രദേശമാണ്. വളരെ ചെറിയ പ്രത്യേക നിയന്ത്രണങ്ങൾ അത്യാവശ്യമായ പരിസ്ഥിതി ലോല പ്രദേശത്ത് നടത്തുന്നത് അഡ്മിനിസ്ട്രേഷൻ തന്നെ നടത്തട്ടെ. ലക്ഷദ്വീപിലെ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിനുവേണ്ടി ഉണ്ടാക്കിയതല്ലേ, അവർ നടത്തട്ടെ. അവർ ഞങ്ങൾ തമ്മിൽ കരാറിൽ ഏർപ്പെട്ട് നമുക്ക് നടത്താം, ഞങ്ങളതിനെതിരല്ല. പക്ഷേ പുറത്തുനിന്നുള്ള ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ നാളെ ആ ദ്വീപിലോട്ട് പോകാൻ ഞങ്ങളെ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ തെങ്ങുകൾ ആര് നോക്കും? ഞങ്ങളുടെ മീൻ പിടിക്കാനുള്ള അവകാശം ആര് സംരക്ഷിക്കും? അത് ഞങ്ങൾക്ക് ഭയമാണ്. ഞങ്ങൾക്കതിൽ ഞങ്ങളുടേതായ റിസർവേഷൻ ഉണ്ട്, ആശങ്കകളുണ്ട്, ഇല്ലാതിട്ടല്ല. പക്ഷേ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററും ഞങ്ങളുടെ കളക്ടറും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും നിയന്ത്രിക്കുന്ന ലക്ഷദ്വീപ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതെങ്കിൽ അവരൊരിക്കലും ഞങ്ങളുടെ താല്പര്യത്തിന് എതിർ നിൽക്കുമെന്ന് ഞങ്ങൾ കരുതേണ്ടതില്ല. കാരണം അവരാണല്ലോ ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഓവറാൾ കൈകാര്യം ചെയ്യുന്നവർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും അവർക്കും സഹകരിച്ച് ചെയ്യാവുന്ന ഈ കാര്യത്തിന് എന്തിനാണ് വിദേശത്തു നിന്നും ബാക്കി വൻകിട കമ്പനികളെയും ഇവിടെ കടത്തിക്കൊണ്ടുവന്നത് എന്നൊരു ചോദ്യം കൂടി ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ബിത്ര ദ്വീപിലെ ജനങ്ങളോട് ഈയിടെ സർക്കാർ പ്രതിനിധികൾ ടൂറിസത്തിനായി ആ ദ്വീപ് വിട്ടു നൽകാൻ കഴിയുമോ, നിങ്ങൾക്ക് മറ്റു ദ്വീപിലോ മെയിൻലാൻഡിലോ ഭൂമി തന്നാൽ മാറി താമസിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചതായിട്ട് അറിഞ്ഞു. ലക്ഷദ്വീപിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് അതിന് വിശേഷിപ്പിച്ചത് അത് ബിത്ര ദ്വീപുകാരോട് മാത്രം ചോദിച്ച ചോദ്യമല്ല എന്നും ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളോടും ചോദിച്ച ചോദ്യമാണെന്നാണ്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങളിലെല്ലാം ഈ ആശങ്ക കൂടിയുണ്ട്. അപ്പോൾ ലക്ഷദ്വീപുകാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടൂറിസം പദ്ധതിയായി മാറുമോ, അതോ ലക്ഷദ്വീപുകാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം വികസനമായിട്ട് ലക്ഷദ്വീപ് ടൂറിസം പരിണമിക്കുമോ എന്നുള്ള ആശങ്ക നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ലക്ഷദ്വീപിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഇടത്തിൽ വളരെയേറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രഫുൽ ഗോഡ പട്ടേൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈയിടെ കേരള സിലബസ് തന്നെ ദ്വീപിൽ നിന്ന് ഒഴിവാക്കുകയും, അതായത് ദ്വീപുകാരുടെ അഭിപ്രായം അന്വേഷിക്കുകയോ അവരുടെ താല്പര്യം ആരായുകയോ ഒന്നും ചെയ്യാതെ അത്രയേറെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന സിലബസ് പെട്ടെന്ന് മാറ്റുകയും അവിടെ CBSE സിലബസ് കൊണ്ടുവരികയും ചെയ്യുന്നൊരു നടപടിയുണ്ടായി. ഇതുപോലെ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ മാറ്റുകയുണ്ടായി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിനെ കേരളത്തിൽ നിന്നും അകറ്റാനും കേരളവുമായിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ ബന്ധം ഇല്ലാതെയാക്കാനുമുള്ള ബോധപൂർവമായൊരു ശ്രമം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഭയപ്പെടുന്നു? ആദ്യം ബിത്രയുടെ കാര്യം ഞാൻ പറയാം. ബിത്ര ലക്ഷദ്വീപിലെ ജനവാസമുള്ള ഏറ്റവും ചെറിയ ദ്വീപാണ്. ആ ദ്വീപിലേക്ക് അന്നുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ പ്രോത്സാഹിപ്പിച്ചാണ് എൻ്റെ നാടായ ചെത്രത് ദ്വീപിൽ നിന്നും ആൾക്കാർ അവിടെ ചെന്ന് താമസമുറപ്പിച്ചത്. അതിനു മുമ്പ് ക്യാമ്പ് ചെയ്ത് ഫിഷിംഗ് സീസണിൽ മാത്രം അവിടെ പോവുകയും ബാക്കി സമയത്ത് നാട്ടിലോട്ട് തിരിച്ചു വരികയും തെങ്ങ് കൃഷിയൊക്കെ തുടങ്ങിയിരുന്നു. എന്നാലും പിന്നീട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ വന്നു, മറ്റേ ഇൻസ്പെക്ടിങ് ഓഫീസർമാരെന്ന് പറയും, അവർ വന്നിട്ട് അവിടെയുള്ള ലാൻഡ് ചെത്ലത്ത് ദ്വീപിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ അവരവിടെ അങ്ങോട്ട് പോയി അവരൊക്കെ അവിടെ സെറ്റിൽ ചെയ്തു. അങ്ങനെ 1932-33 മുതൽ 35 മുതൽ ഏതാണ്ട് ആ 30-ന് ശേഷമാണ് 40-ന് മുമ്പ്
അവർ സെറ്റിൽ ചെയ്ത് നല്ല സന്തോഷത്തിൽ അവർ ജീവിച്ചു വരുന്നതാണ്. ബിത്ര ദ്വീപ് വളരെ ചെറുതാണെങ്കിലും ഏറ്റവും മത്സ്യസമ്പത്തുള്ള ലക്ഷദ്വീപിലെ പോയിന്റ് ബിത്രയാണ്. ബിത്രയിൽ നിന്നും 21 മൈൽ അപ്പുറത്താണ്, 18-21 മൈൽ അപ്പുറത്താണ് ചെറിയ പാണി എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ലഗൂൺ നിൽക്കുന്നത്. 175 സ്ക്വയർ കിലോമീറ്റർ വിസ്താരണമുള്ള ഫുള്ളി ഡെവലപ്ഡ് ലഗൂൺ. അതിന് തൊട്ട് വടക്ക് ഭാഗത്തോട്ട് മാറിയാണ് ചെറിയ പാണി എന്ന പേരിലുള്ള വലിയ പാണി എന്ന പേരിലുള്ള 67 സ്ക്വയർ കിലോമീറ്റർ വരുന്ന മറ്റൊരു 60 സ്ക്വയർ കിലോമീറ്റർ വരുന്ന മറ്റൊരു റീഫും ഉള്ളത്. അപ്പോൾ ബിത്രയ്ക്ക് തന്നെ 44 സ്ക്വയർ കിലോമീറ്റർ വിസ്താരമുള്ള കേവലം ഒരു സ്ക്വയർ കിലോമീറ്ററിൻ്റെ 10-1 മാത്രം വിസ്തീർണമുള്ള ദ്വീപാണ് ബിത്ര. ആ ബിത്ര ദ്വീപിൻ്റെ ലഗൂൺ 44 സ്ക്വയർ കിലോമീറ്ററുള്ള നല്ല വിസ്താരമുള്ള സമ്പന്നമായ ലഗൂണാണ്. ഏറ്റവും വലിയ ലഗൂണുകളിൽ അതായത് ആൾതാമസമുള്ള ദ്വീപുകളിൽ ലഗൂണിൽ ഏറ്റവും വലുത് അത് തന്നെയാണ്. തീർച്ചയായും താമസമുള്ള ദ്വീപുകളിൽ ഏറ്റവും വലിയ ലഗൂൺ ബിത്രയുടേതാണ്. മിനിക്കോയുടേത് 30, കടമത്തിൻ്റെത് 35, കൽപ്പേനിയുടേത് 25, അഗത്തിയുടേത് 16. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ആൾതാമസമുള്ള ദ്വീപുകൾ ബിത്ര തന്നെയാണ്. ബംഗാരത്തിൻ്റെത് ഇതിനേക്കാളും 1 സ്ക്വയർ കിലോമീറ്റർ കൂടുതലുണ്ട്. അത് 45ആണ്, ഇത് 44ആണ്. അപ്പോൾ ഈ ദ്വീപിലെ ജനങ്ങൾ 300 ആണെങ്കിലും ഈ പറഞ്ഞ അയൽ ദ്വീപുകളിൽ നിന്നെല്ലാം മീൻ പിടിക്കാൻ ഏറ്റവും കൂടുതൽ പോകുന്നത് കിൽത്തൻ, കഡ്മത്ത്, ചെത്ലത്ത് ദ്വീപുകാർ എല്ലാം പോയി കേന്ദ്രീകരിക്കുന്നത് ബിത്രയിലാണ്. അവരൊക്കെ അവിടെ ഇറങ്ങുന്നു, താമസിക്കുന്നു. അവരെല്ലാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഷെഡോ കാര്യങ്ങളോ താൽക്കാലിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുമായിട്ട് പരിചയമുള്ളവരാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഷെയർ ചെയ്തുകൊണ്ട് ആ രീതിയിൽ താമസിച്ചാണ് ഈ ഫിഷിംഗ് സീസണിൽ കഴിയുന്നത്. അപ്പോൾ അവിടെ നിന്നും ജനങ്ങളെ മാറ്റുന്നത് അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് താങ്ങാൻ കഴിയാത്ത വേദനാജനകമായ ഒരു സംഭവമായിരിക്കും. മറ്റൊന്ന്, ഈ മറ്റ് ദ്വീപിൽ നിന്നും വന്ന് ഈ രീതിയിൽ മത്സ്യസമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവിടെ ഒരു ഫുള്ളി ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് വന്നാൽ, ടൂറിസം ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് ആ ഐലൻഡ് ഡെഡിക്കേറ്റ് ചെയ്താൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ലക്ഷദ്വീപിലെ മത്സ്യസമ്പത്തിൻ്റെ 25% നിഷേധിക്കുന്നതിന് വഴിതെളിക്കും. ഇന്ന് ലക്ഷദ്വീപിൽ മൊത്തം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 15,000 ടൺ മത്സ്യമാണ്. ആ 15,000 ടണ്ണിൽ നിന്നും ഏകദേശം 5,000 ടൺ ഫിഷിൻ്റെ കുറവ് ബിത്രയിൽ ഞങ്ങളെ മാറ്റി ടൂറിസം നടപ്പിലാക്കുന്നതോടെ ലക്ഷദ്വീപിലെ മത്സ്യസമ്പത്തിനുണ്ടാവും. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഞങ്ങളുടെ സാമ്പത്തിക സാധ്യതകളും ഭാവിയെയും ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഗവൺമെൻറ് ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ പാണി, വലിയ പാണിയും ഇതേപോലെ ഞങ്ങൾ ധാരാളം മത്സ്യസമ്പത്തിന് വേണ്ടി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നോർവേയുടെയോ മറ്റോ നെതർലാൻഡിൻ്റെ സഹായത്തോടെ മാലദ്വീപിൽ ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ടൂറിസം പർപ്പസിന് വേണ്ടി. അവിടെ നമുക്ക് വേണമെങ്കിലും ഇന്ത്യക്കാരിൽ നിന്നുള്ള മുതലാളികൾക്കും ആവശ്യമുള്ളവർക്കൊക്കെ അതിൽ അവർ താഴെ ആങ്കർ ഇട്ട്, കോൺക്രീറ്റിൻ്റെ ആങ്കർ വെച്ചിട്ട് അതിൽ നിന്നും റോപ്പ് കെട്ടി മുകളിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് ഒരു ബോഡി. അതിൻ്റെ സർഫസിലാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അത് അവൈലബിളാണ്. അങ്ങനെ വല്ല സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ദ്വീപ് ഉണ്ടാക്കി തന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഈ ലഗൂണിൽ നിന്ന് അടിഞ്ഞുകൂടുന്ന മണലിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് നിർമ്മിച്ചുകൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചെയ്യുകയും അതിനകത്ത് അവർ ആവശ്യമുള്ള രീതിയിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് നടത്തിയ ബിത്രയെക്കാളും 100 ഇരട്ടി മുന്നേ സൗകര്യങ്ങൾ ആ ഭാഗത്ത് കിടക്കുന്നുണ്ട്. ഇതൊക്കെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പദ്ധതി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ ഞങ്ങൾ ആർക്കും എതിർപ്പില്ല. പക്ഷെ ഒരിക്കലും ഞങ്ങളെ ആ രീതിയിൽ അവിടെ നിന്ന് മുഴുവനായി മാറ്റിക്കൊണ്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് ഗവൺമെൻറ് വരരുത്. അങ്ങനെ വരുന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. തീർച്ചയായും അത് നിങ്ങൾ സൂചിപ്പിച്ച മാതിരി അവർക്കതാണ് ബെനിഫിഷ്യൽ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർ അതിനുവേണ്ടി മറ്റു അടുത്ത ദ്വീപും ഇത് ചത്രത്തും തരുമെന്നു കിൽത്തനും തരുമോ, അതൊക്കെ ചെറിയ ചെറിയ ദ്വീപുകളാണ്, കുറച്ച് ആൾക്കാരുള്ളതാണ്. അതുകൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് കുറെ കൂടി ടൂറിസ്റ്റുകാരെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മാലദ്വീപിന് പകരം നിൽക്കാനുള്ള ലക്ഷദ്വീപിനെ മൊത്തം ഒരു ടൂറിസ്റ്റ് ഇതായിട്ട് മാറ്റാം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. അത് ഞങ്ങൾക്കൊരിക്കലും അത് വളരെ ഭീതി ഉളവാക്കുന്നതാണ്. ഇത് ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പട്ടേൽ ആദ്യം ലക്ഷദ്വീപിൽ വന്ന ഒന്നാമത്തെ വിസിറ്റിൽ തന്നെ അദ്ദേഹം
ബിത്ര ദ്വീപിലെ ഇത്രയും ചെറിയ ദ്വീപിലേക്ക് ഗവൺമെൻറ് കപ്പലുകൾ ഓടുന്നതും അവിടെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ അദ്ദേഹത്തിന് പരാതി അദ്ദേഹം തുറന്നു പറയുകയും അവിടെ നിന്ന് ആൾക്കാരെ മാറ്റി ഇതൊക്കെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്ന് അദ്ദേഹം തുടക്കത്തിലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ മറ്റു ഉദ്യോഗസ്ഥന്മാർ ചെന്ന് പിന്നീട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും ഗവൺമെൻറ് ചെയ്യരുത് എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാനിവിടെ പ്രത്യേകം അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നു. ഞാൻ ഡൽഹിയിൽ പലപ്പോഴും കൊല്ലം തോറും പോകുന്ന ആളാണ് പല ആവശ്യങ്ങൾക്ക്. അങ്ങനെ പോയ ഒരവസരത്തിൽ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അഡ്മിറലായിരുന്ന റിട്ടയർഡ് ഒരാൾ എൻ്റെ അടുത്ത് ഡൽഹിയിലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനുണ്ട്. എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി. അദ്ദേഹം ഒപ്പം പറഞ്ഞ് ഞാൻ ധാരാളം തവണ ലക്ഷദ്വീപിൽ വന്നിട്ടുണ്ട്. VIP വിസിറ്റിൻ്റെ സമയത്ത് ഞാൻ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആ കപ്പൽ ഞാൻ കമാൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞത്, നിങ്ങളാണ് ദ്വീപുകാരാണ് ഈ രാജ്യത്തിലെ ഏറ്റവും നല്ല രക്ഷകർ. ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഞങ്ങളോട് കള്ളം പറയും. പക്ഷെ നിങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ കടലിൽ കണ്ട കാര്യം ആ കണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. അവരവരുടെ ഡ്യൂട്ടിയിൽ വല്ല വീഴ്ച വന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് പറയില്ല. കാരണം അവർ എന്തെങ്കിലും, പക്ഷെ നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയും. അതുകൊണ്ട് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല രക്ഷകരും എന്താ പറയുക ഗാർഡ്സ് ഒക്കെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ മേഖലയുള്ള നിങ്ങൾ വളരെ നല്ല റോളാണ് നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞതാണ്. ഒരു നേവി ചീഫ്. അപ്പം ഇത് തന്നെയാണ് ലക്ഷദ്വീപുകാർ ഈ കാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത പറഞ്ഞ കാര്യം ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസ ഇതിൽ വരുന്ന മാറ്റത്തെക്കുറിച്ചാണ്. അതെ, അതോടൊപ്പം തന്നെ ഇപ്പം പ്രഫുൽ ഗോഡ പട്ടേലിന്റെ നയങ്ങൾക്ക് എതിരെ ലക്ഷദ്വീപിൽ വലിയ പ്രതിഷേധമുണ്ടായ സമയത്ത് സേവ് ലക്ഷദ്വീപ് എന്നൊരു ക്യാമ്പയിൻ വ്യാപകമായിട്ട് നടക്കുകയും അതിനോടൊക്കെ അനുബന്ധമായിട്ട് കേരള നിയമസഭയിൽ ലക്ഷദ്വീപിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രമേയം വരെ പാസ്സാക്കുകയുണ്ടായി. അപ്പം ഈ നിലക്കുള്ള കേരളത്തിന്റെ ഒരു പിന്തുണയാണോ ഇപ്പം ഈ കേരള സിലബസ് എടുത്തു മാറ്റുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ളത്? ഈ കേരളത്തിൽ നിന്നും എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിനെ, കേരളവും ലക്ഷദ്വീപും തമ്മിലൊരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മെയിൻ ലാൻഡ് എന്ന് ലക്ഷദ്വീപുകാർ പലപ്പോഴും വിളിക്കുന്നത് തന്നെ കേരളത്തെയാണ്. അപ്പം കേരളത്തെ എന്തുകൊണ്ടാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഭയപ്പെടുന്നത് എന്നാണ് തോന്നുന്നത്? അല്ല, അത് കേരള നിയമസഭ പ്രമേയം പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് ലക്ഷദ്വീപിനെ മാറ്റി കർണാടകയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ, അതായത് അപ്പോൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ കോഴിക്കോട് യൂണിവേഴ്സിറ്റി അവിടെ ലക്ഷദ്വീപിൽ നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ മതിയാക്കി അടച്ചുപൂട്ടി അതിന് പകരം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനും ഒക്കെ. അപ്പം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് ലക്ഷദ്വീപും കേരളവും തമ്മിൽ വളരെ അടുത്ത ബന്ധം എന്ന് മാത്രമല്ല, ഞങ്ങളും കേരളീയരാണ്. ഒരു 1000 1500 കൊല്ലം മുമ്പ് അങ്ങോട്ട് മാറി താമസിച്ച മലയാളികൾ തന്നെയാണ്. അപ്പം നമ്മൾ അത്ര പെട്ടെന്ന് യാതൊരു കാരണവശാലും ആർക്കും അകറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പക്ഷെ അവർക്ക് സാധ്യമായ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. ലക്ഷദ്വീപിലെ ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ശാക്തീകരണം അല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായി കിട്ടിയിട്ടുള്ള അറിവും ബാക്കി കാര്യങ്ങളുടെ അവരുടെ ആ ബോധം ഇന്ന് ബാക്കി പ്രദേശങ്ങളിലെ പോലെയല്ല. ലക്ഷദ്വീപിലെ ജനങ്ങൾ ഷെഡ്യൂൾ ട്രൈബ് ആണെങ്കിലും കഴിഞ്ഞ 50 കൊല്ലത്തെ യത്നത്തിൽ ലക്ഷദ്വീപ് ചെറിയ പ്രദേശമായതുകൊണ്ട് ഈ വിദ്യാഭ്യാസം, ഹെൽത്ത്, ഗവൺമെൻറ് നടത്തുന്ന പദ്ധതികളൊക്കെ വളരെ വിജയപ്രദമായി നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. കരയിലുള്ള മാതിരി വിദൂരസ്ഥമായ സ്ഥലത്ത് പോകേണ്ടതില്ല, അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷെ ആസ് സച്ച് ലക്ഷദ്വീപ് മൊത്തമായി ഒരു ഡിഫിക്കൽട്ട് ഏരിയയിൽ അകന്ന് മെയിൻലാൻഡിൽ നിന്ന് അകന്ന് പ്രകൃതിയാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയിൽ ഞങ്ങൾ നിലനിൽക്കുന്നത് ഒഴിച്ചാൽ ഓരോ ദ്വീപിലും ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ വളരെ നല്ല രീതിയിൽ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 100 കൊല്ലം മുമ്പ് മുതൽ കേരളത്തിൽ നിന്നുള്ള അധ്യാപകരാണ് ദ്വീപിൽ വന്ന് ഞങ്ങൾക്കൊക്കെ ഇപ്പം എൻ്റെ ഒക്കെ മുഴുവൻ അധ്യാപകരും എൻ്റെ പ്രധാനമായിട്ട് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ കൂട്ടത്തിൽ 3 or 4 പേർ മാത്രമേ ദ്വീപുകാരായ അധ്യാപകർ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഞാൻ 11ാം ക്ലാസ് വരെ പഠിക്കുന്നത് മുഴുവൻ കേരളത്തിൽ നിന്നുള്ള നല്ല അധ്യാപകരുടെ ശിക്ഷണത്തിലാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ കേരളത്തെ ആശ്രയിക്കുകയും പിന്നീട് ഞങ്ങളെല്ലാം വിദ്യാഭ്യാസം നേടി അതിനുള്ള യോഗ്യത നേടിയപ്പോൾ ഞങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതി ഞങ്ങൾ അടിസ്ഥാനപരമായി ഞങ്ങൾ മലയാളികളായതുകൊണ്ട് ലക്ഷദ്വീപിലെ 80% ജനങ്ങൾ 85% ജനങ്ങൾ മദർ ടങ് മലയാളമാണ്, മറ്റു മാതൃഭാഷ മലയാളമാണ്. ഞങ്ങളുടെ മിനിക്കോയ് ദ്വീപിൽ മാത്രമാണ് മാലദ്വീപിലെ ഭാഷയായ ദിവ്യേഹി സംസാരിക്കുന്നത്.
അവരും ഇതൊരു ആവശ്യമാണെന്നുള്ള രീതിയിൽ ഒരു അഡീഷണൽ ലാംഗ്വേജ് എന്നതിലൊക്കെ അത് സ്വീകരിച്ച് പഠിച്ച് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അവരുടെ സൗകര്യത്തിന് അവർക്ക് ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്. ബാക്കി ദ്വീപുകളിലും ദേശീയ ഭാഷ എന്ന നിലയ്ക്ക് ഞങ്ങളും പഠിക്കുന്നുണ്ട്. പിന്നെ ഈ രീതിയിൽ ലക്ഷദ്വീപിലെ മൊത്തം വിദ്യാഭ്യാസ സ്കീം പദ്ധതി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി കേന്ദ്ര പദ്ധതി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും അത് ഒരു ശരിയായ നടപടിയല്ല. കാരണം എല്ലാ കുട്ടികളും സ്വതേ കേന്ദ്ര വിദ്യാലയത്തിൽ നമുക്കറിയാം പഠിക്കാൻ ചേർക്കുന്നത് കഴിവുള്ള കുട്ടികളെയാണ്. അവിടെയുള്ള വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവ് വഹിക്കാൻ പറ്റുന്നവരെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടത്തരം കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും കൂടി നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതി, ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ പദ്ധതി വളരെ നല്ല പദ്ധതിയാണ്. കാരണം ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ പാഠം തന്നെയാണ് മലയാളം മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് വൺ ആൻഡ് സെയിം ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപുകാരും ആ രീതി ഫോളോ ചെയ്താൽ വളരെ നന്നായി ഇംഗ്ലീഷ് പഠിക്കാനും സാധിക്കും. മനസ്സിലാക്കാത്ത കാര്യങ്ങൾ മുഴുവൻ മലയാളം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാനും അത് രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും കേരള സിലബസ് നിലനിർത്തുന്നതാണ് വളരെ നല്ലത്. ലക്ഷദ്വീപിൽ മൊത്തം കവറത്തി മിനിക്കോയ് ഒഴിച്ച് ബാക്കി ദ്വീപുകളിൽ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതും ആവശ്യപ്പെട്ടതും ഞാനാണ്. ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലക്ക് അന്നുള്ള അഡ്മിനിസ്ട്രേറ്ററെയും അന്നുള്ള എഡ്യൂക്കേഷൻ ഡയറക്ടറെയും ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് ബാക്കി ദ്വീപുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ കവറത്തിയിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നത് പോലെ സെപ്പറേറ്റ് സ്കൂളല്ല, ഒരേ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് ഡിവിഷൻ മലയാളം ഡിവിഷൻ ഈ രീതിയിൽ തുടങ്ങിയതും വന്നത്. പിന്നെ അതിലേക്ക് ഈ CBSE വേണമെന്ന് ചില ഉദ്യോഗസ്ഥന്മാരുടെ തോന്നലനുസരിച്ച് ചെയ്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് കവറത്തിയിൽ ഉണ്ടായിരുന്നത് കേരള പാറ്റേണിലുള്ള വിദ്യാഭ്യാസ ഇംഗ്ലീഷ് മീഡിയം പദ്ധതിയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ചില ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനപ്രകാരമാണ് ഇത് വരുന്നത്. അത് ഞങ്ങളുടെ പ്രിഫറൻസ് അല്ല, ഒരിക്കലും ദ്വീപുകാരുടെ പ്രിഫറൻസ് CBSEക്കല്ല. അത് ചിലർക്ക് തീർച്ചയായും ചില അധ്യാപകർക്കും മറ്റു ചിലർക്കൊക്കെ അവർ എന്നോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് CBSE അല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ അതല്ല നമ്മുടെ ആവശ്യം. നമുക്ക് വേണ്ട നമ്മുടെ കുട്ടികൾക്കും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം കിട്ടുക. വല്ല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോകുമ്പോൾ ലക്ഷദ്വീപ് വിട്ട് പുറത്ത് പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ അവർക്ക് ഉപകരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇത് ചെയ്യുന്നത്. അപ്പം കേരളത്തിലെ ആ വിദ്യാഭ്യാസ പദ്ധതിയുടെ നന്മ ഒരിക്കലും കേന്ദ്ര പദ്ധതിയിൽ ഇല്ല എന്ന് കൃത്യമായി വളരെ വിദ്യാഭ്യാസമുള്ള ഒരാളായതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഈ CBSE സിലബസ് അനുസരിച്ച് പഠിച്ച് MA വരെ പഠിച്ച ഒരാളാണ്, യോഗ്യതയുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി, ഞാൻ ലക്ഷദ്വീപിലെ ലിറ്ററസി മിഷനിൽ മെമ്പറായിരുന്നു, ലക്ഷദ്വീപിലെ എഡ്യൂക്കേഷണൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഞാൻ മെമ്പറായിരുന്നു. അങ്ങനെ അന്നും ഞാൻ ആവശ്യപ്പെട്ടത് കൂട്ടത്തിൽ എൻ്റെ ശുപാർശ ദ്വീപിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടങ്ങണം. അങ്ങനെ ലക്ഷദ്വീപിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഞാനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അത് മറ്റൊരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധം ഞാനതുമായി ബന്ധപ്പെട്ട ആളാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഡിമാൻഡ് അനുസരിച്ചാണ് ലക്ഷദ്വീപിൽ ഡിഗ്രി കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ലക്ഷദ്വീപ് ഭരണകൂടം നടപടി ആരംഭിച്ചത്. ഇന്നും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെന്ന് അതുമായി ബന്ധപ്പെട്ട ഫയലെടുത്ത് നോക്കിയാൽ എൻ്റെ റെപ്രസെൻറ്റേഷൻ ആ ഫയലിൻ്റെ ആദ്യത്തെ പേജിൽ കാണാം. എൻ്റെ റെപ്രസെൻറ്റേഷൻ എടുത്തുകൊണ്ടാണ് ഡിഗ്രി കോളേജ് എന്നുള്ള ഫയൽ തന്നെ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലക്ക് ഞങ്ങൾക്ക് അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. അതിന് ഒക്കെ നിയമപ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കലും ഗവൺമെൻറ് അതിനങ്ങനെ നിൽക്കരുത്, അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് പുതിയ വിദ്യാഭ്യാസ നയത്തിലായാലും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു പുതിയ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയതിലൊക്കെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണം, മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് നിയമത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കെ മലയാളികളായ ഞങ്ങളെ മറ്റൊരു ഭാഷ അടിച്ചേൽപ്പിക്കുന്നത്, ഒരു പക്ഷേ ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ CBSE പഠിപ്പിച്ച് നന്നാക്കാനല്ല, ഞങ്ങളുടെ ദ്വീപുകാരായിട്ടുള്ള അധ്യാപകന്മാർക്ക് തൊഴിൽ നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ്. നാളെ ഈ സ്കൂളുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അവർ കൊണ്ടുപോയി ഡൽഹിയിലെ വിദ്യാഭ്യാസ കമ്മിറ്റിയെ ഏൽപ്പിക്കും, കേന്ദ്രീയ വിദ്യാലയത്തിനും നവോദയ സ്കൂളുകൾക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസിയെ ഏൽപ്പിക്കും. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ദ്വീപിലെ കുട്ടികൾക്കാർക്കും ആ ടെസ്റ്റിൽ പാസ്സാവാൻ കഴിയില്ല, അവർക്കൊന്നും ജോലി കിട്ടില്ല. എന്ന് മാത്രമല്ല ചരിത്ര പുസ്തകങ്ങൾ വരെ തിരുത്തിയ പാഠങ്ങൾ ആണ് ഇപ്പോൾ ഓരോ കാലത്തും ഭരണത്തിലുള്ളവർ തിരുത്തിക്കോട്ടെ. പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് ഇത് കൂടി ഈ പ്ലാനിൻ്റെ പിന്നിലുള്ള ഒരു ഉദ്ദേശം ലക്ഷദ്വീപിൽ നിന്നുള്ള അധ്യാപകർക്ക് ഞങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നത്. കാരണം ഈ അഡ്മിനിസ്ട്രേഷൻ ആൾറെഡി കാർഷിക വകുപ്പ് റദ്ദാക്കി, അനിമൽ ഹസ്ബൻഡറി റദ്ദാക്കി, ഫിഷറീസ് വകുപ്പിന് ആവശ്യമായ സ്ട്രെങ്തനിങ് നടത്തിയില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒന്നും സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാനില്ല. ഇവൻ ഇപ്പോൾ പറയുന്ന ഈ ടൂറിസത്തിന് വേണ്ടി ഈ ഇത്ര ഇത് ചെയ്യുന്നു, പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ സ്കെലിറ്റൻ സ്റ്റാഫ് അല്ലാതെ
അതിനും ഈ പറയുന്ന പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും മതിയായ സ്റ്റാഫുകളോ ഒന്നുമില്ല. ഈ പറഞ്ഞ ഇതിനൊക്കെ ശേഷം പോലും ഒരു കോൺട്രാക്ട് ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ തൊഴിലിനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അതുകൂടി ഇതിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഒരു കാരണം 1500ഓളം ഒരു കൂട്ടപ്പിരിച്ചുവിടലിന് ശേഷം 1500ഓളം പോസ്റ്റുകൾ ലക്ഷദ്വീപിൽ ഇപ്പോഴും ഒഴിവുണ്ട്. ഇതിലേക്ക് നിയമനങ്ങൾ നടത്താതിരുന്നാൽ സംഭവിക്കുന്ന അപകടം എന്താണ്? 3 കൊല്ലത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും തസ്തിക ഒഴിച്ചിട്ടാൽ നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ പിന്നീട് അത് നിയമിക്കാൻ കഴിയില്ല, റിക്രൂട്ട്മെന്റ് നടത്താൻ കഴിയില്ല, ബാൻ വരും. അത് ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ആ രീതിയിൽ ലക്ഷദ്വീപിലെ ഈ 1500 പോസ്റ്റും ഇപ്പോൾ ബാൻ അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ 700ഓളം പോസ്റ്റുകൾ സ്ഥിരമായി റദ്ദാക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി, അവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കി അവരൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ഭാഗത്തുള്ള കൂടി ഞങ്ങളോട് അതിഭയങ്കരമായ അനീതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി പറയുന്നതൊക്കെ വെറും വർത്തമാനമാണ്, അതിലൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ആകുലതകളോ ഈ വിഷമങ്ങളോ ഇതൊക്കെ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാനും മറ്റും ദ്വീപിലെ ജനങ്ങൾക്ക് കഴിഞ്ഞോ? അതോ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് കണ്ട് ആസ്വദിച്ച് ഈ ഇത്രയും കോടിയുടെ പദ്ധതികൾ അവിടെ പ്രഖ്യാപിച്ച് മടങ്ങി പോവുക മാത്രമാണോ ഉണ്ടായത്? ഈ പദ്ധതികൾ പറയുന്നത് നേരത്തെ അപ്രൂവ് ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കിയതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലക്ഷദ്വീപിൽ കടലിനടിയിലൂടെ ഒരു കേബിൾ കണക്ഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അതിന് 1000-ലേറെ കോടി രൂപ അന്ന് പാസ്സാക്കി വെച്ചതാണ്. അപ്രൂവ് ചെയ്ത് ആൾറെഡി കേന്ദ്ര ഗവൺമെൻറ്, ഓഫ് കോഴ്സ് പ്രധാനമന്ത്രി ആ കാര്യം 2 കൊല്ലം മുമ്പ് റെഡ് ഫോർട്ടിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് മെൻഷൻ ചെയ്തു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ഇത് 2005 മുതൽ ഈ കേബിളിന്, അതായത് 2004 ലക്ഷദ്വീപിൽ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു. ആ കൊടുങ്കാറ്റിൽ ലക്ഷദ്വീപും ഹോം മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. 3-4 ദിവസത്തേക്ക് ലക്ഷദ്വീപിന് എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ത്യയിലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരമില്ലാത്ത ഒരു സ്ഥിതി വന്നു. അത് വളരെ ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച്. അന്ന് ഉദ്യോഗസ്ഥന്മാർ ഹോം മിനിസ്റ്റർ വിളിച്ച് മീറ്റിംഗ് കൂടിയപ്പോഴാണ് ഈ ശുപാർശ മുന്നോട്ട് വന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ലക്ഷദ്വീപിനെ അണ്ടർ വാട്ടർ കേബിൾ കണക്ടിവിറ്റി, ഇപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ, അതാണ് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇടയ്ക്ക് 1000-കണക്കിന് കേബിൾ ഇതിനകം സ്ഥാപിച്ച്, എന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും കടലിലൂടെ കഴിയുന്നത്ര. കാരണം ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഒരു സമയം 10,000-ഓളം സിഗ്നലുകൾ അപ്പുറം ഇപ്പുറം ഒരു തലമുടിയുടെ തിക്നെസ്സുള്ള ഇതിലൂടെ കടത്തിവിടാമെന്നാണ്, പ്രകാശ വേഗത്തിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സാങ്കേതിക വിദ്യ ലക്ഷദ്വീപിനെ ഈ രീതിയിൽ, കാരണം ഈ സാറ്റലൈറ്റ് മോൾ പിടിപ്പിക്കുന്നതാണല്ലോ, അപ്പോൾ അത് കൊടുങ്കാറ്റിൻ്റെ ഇതിന് ഇമ്പാക്റ്റിന്, കാറ്റിൻ്റെ സ്വാധീനത്തിൽ അതൊക്കെ നശിച്ചു പോവുക, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ചീത്താവുക, പിന്നെ അതിന് ഉദ്ദേശിച്ച ബാൻഡ് വിഡ്ത്ത് കിട്ടാതാവുക, ഒക്കെ പ്രശ്നങ്ങൾ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് എടുത്ത തീരുമാനത്തിൽ അന്ന് ഏതാണ്ട് 450ഓളം കോടി രൂപ ഇതിന് വേണ്ടി വരുമെന്നും അത് വേണമെന്നൊക്കെ പറഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മറ്റേ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ചില കാരണവശാൽ പിന്നിലായിപ്പോയി എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് 2005 മുതൽ ഇന്ത്യ ഗവൺമെൻറ് വിഷ്വലൈസ് ചെയ്യുകയും കാണുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഡീസാലിനേഷൻ പദ്ധതികളും 2005 ആദ്യമായിട്ട് ലക്ഷദ്വീപിൽ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിച്ചപ്പോൾ, അതായത് കടലിൽ നിന്ന് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഈ സാങ്കേതിക വിദ്യ നമ്മുടെ മദ്രാസിലെ IIT ഡെവലപ്പ് ചെയ്തതാണ്. വളരെ ചീപ്പ് ആൻഡ് ഹൈലി സുപ്പീരിയർ, വളരെ ഉന്നതമായ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പോൾ അത് ലക്ഷദ്വീപിൽ വന്ന് പരീക്ഷിച്ചപ്പോൾ വളരെ നല്ല വിജയമായി കണ്ടപ്പോൾ ഉടനെ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു എല്ലാ ദ്വീപിലും ഇതേമാതിരി പ്ലാൻ ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ പാസ്സാക്കിയിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കേണ്ട NIOT മദ്രാസ് ഈ കാര്യത്തിൽ താമസിപ്പിച്ചതും വീഴ്ച വരുത്തിയതും കാരണം സമയാസമയം അവർ വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാത്ത കാരണം പദ്ധതി പിന്നിലായിപ്പോയി. അപ്പോൾ അതൊരു ആൾറെഡി അപ്രൂവ്ഡ് സ്കീം ആയതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോൾ അതിന് കോസ്റ്റിംഗ്സിൽ കുറച്ച് കൂടുതൽ വന്നു. അന്ന് 5 കോടിക്കാണ് കവരത്തിയിലെ പ്ലാന്റ് സ്ഥാപിച്ചത്. ഇപ്പോൾ ആ സ്ഥലത്ത് ഒരു ദ്വീപിലെ പ്ലാന്റിന് വേണ്ടി തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ 5 ഇരട്ടി വില വന്നിട്ടുണ്ടാവും. ആ ഒരു വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അതുമായി കിട്ടുന്നതൊക്കെ പദ്ധതി വികസനം നമ്മളെല്ലാവർക്കും സന്തോഷകരമാണ്. നമ്മളതിന് വെൽക്കം ചെയ്യുന്നു, അതിന് കൂട്ടു നിൽക്കുന്നു. ആ രീതിയിൽ അത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഇല്ലാതിരുന്നാൽ ദ്വീപിലെ ലിമിറ്റഡ് ഈ ഭൂഗർഭജലം,
എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ ദ്വീപിലെ ഈ മാലിന്യങ്ങളൊക്കെ അതിലെല്ലാം അടിഞ്ഞുകൂടിയ വലിയ അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതാണ്. ഇപ്പം തന്നെ ദ്വീപിൽ 30% അസുഖങ്ങൾക്ക് കാരണം വെള്ളത്തിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യുന്നതിന് ഭാവിയിൽ നമ്മുടെ ആൾക്കാർക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നതിന് ഈ പദ്ധതികൾ ഉപകരിക്കും എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിൽ നമ്മൾ ഗവൺമെൻറ്റിനോട് നന്ദിയുള്ളവരാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് വളരെ സന്തോഷത്തിൽ സ്വീകരിക്കുക. കാരണം നമുക്ക് അതിഥിയായിട്ട് വരുന്നത് ആരാണ്? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. ഈ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ അധികാരവും കൈകാര്യം ചെയ്യുന്ന ഭൂരിപക്ഷ പാർട്ടിയുടെ പാർലമെൻറ്റിൽ ലോക്സഭയിലെ നമ്മുടെ രാജ്യത്തിൻ്റെ നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അപ്പോൾ ലക്ഷദ്വീപിൽ ഇതിനു മുമ്പും പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി 3 തവണ ദ്വീപ് സന്ദർശിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധി 2 തവണ ദ്വീപിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി മൊറാർജി ദേശായി വന്നിട്ടുണ്ട്. പിന്നെ ഈ മറ്റു ചിലർ VP സിംഗ് വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നത്. നരസിംഹറാവ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം പേര് എല്ലാവരും, അതുപോലെ തന്നെ രാഷ്ട്രപതിമാരും ധാരാളം പേര് ദ്വീപിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെയും വളരെ അഭിമാനത്തോടെയും സ്വീകരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി വരുമ്പോഴും ഞങ്ങളുടെ ആ ശരിയായ രീതിയിലുള്ള ഞങ്ങളുടെ സംസ്കാരം അനുസരിച്ചുള്ള ഞങ്ങളുടെ രീതികളനുസരിച്ചുള്ള സ്വീകരണത്തിന് ഞങ്ങൾ ഗവൺമെൻറ്റുമായി സഹകരിച്ചു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് കൃത്യമായിട്ട് ദ്വീപിലെ നേതാക്കൾക്ക് ഒരവസരം ഭരണകൂടം കൊടുത്തതായി കാണുന്നില്ല. ആകെ ചില ചെറിയ പദ്ധതികളിലൊക്കെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസിനെ സെലക്ട് ചെയ്തുകൊണ്ട് അവരും പ്രധാനമന്ത്രിയും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടത്തിയതല്ലാതെ ദ്വീപിലെ വിവിധ പാർട്ടികളെ വിളിച്ച് അവരുടെ പ്രതിനിധികളെ, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കാലാവധി കഴിഞ്ഞ് നിൽക്കുകയാണ്. ദ്വീപിലെ പഞ്ചായത്ത് നിയമത്തിൽ അഡ്മിനിസ്ട്രേറ്റർ ചില മാറ്റങ്ങൾ വരുത്തിയത് കാരണം പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ പറ്റാതെ ചില നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. 1-2 കൊല്ലത്തോളമായി ഞങ്ങൾക്കിപ്പോൾ 1 കൊല്ലത്തിൽ കൂടുതലായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയില്ല. ദ്വീപിലെ ഒരു MP മാത്രമാണ് ഞങ്ങൾക്ക് പാർലമെൻറ്റിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവരെങ്കിലും വിളിച്ച് അവരൊക്കെ ഒരിക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായതുകൊണ്ട് അവരെ വിളിക്കുന്നത് ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. അവരെങ്കിലും വിളിച്ച് അവരുമായിട്ടൊന്ന് പ്രധാനമന്ത്രി സംസാരിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞ്, പ്രത്യേകിച്ച് ധാരാളം ഇതേ പ്രധാനമന്ത്രിയുടെ മുമ്പിലാണ് ഈ സേവ് ലക്ഷദ്വീപ് മൂവ്മെൻറ്റ് നടന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും അവതരിപ്പിച്ചത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ 93 IAS IPS ഓഫീസർമാർ റിട്ടയർഡ്, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവായിരുന്ന ആളുടെ കൂട്ടത്ത് രാജ്യരക്ഷാ ഉപദേഷ്ടാവുണ്ട്, മഹാരാഷ്ട്രയിലെ പോലീസ് ഡയറക്ടർ ജനറൽ ഉണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതമായ പദവി വഹിച്ച, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 50 കൊല്ലത്തെ ഭരണ സംവിധാനത്തിൽ ഏറ്റവും ഉന്നതമായ പദവികൾ വഹിച്ച 93 പേര് IAS IFS IPS ഇങ്ങനെ കണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത സർവീസുകളിലിരുന്നവർ പ്രധാനമന്ത്രിക്കും പ്രസിഡൻറ്റിനും ഒക്കെ പരാതി ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപിലെ കാര്യങ്ങൾ ഇങ്ങനെ ഒക്കെ മോശമായി വരുന്നത് സങ്കടകരമാണ്. ഒരിക്കലും അങ്ങനെ ലക്ഷദ്വീപിൽ ചെയ്യരുത്. അവർ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താളം തെറ്റിക്കരുത്. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പ്രതിനിധികളെ, അഡ്മിനിസ്ട്രേറ്റർമാരെ അവിടെ കയക്കൂ എന്നൊക്കെ അവർ ശുപാർശ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ദ്വീപിൽ ഞങ്ങളെ ഭരണകർത്താക്കളായി കൃത്യമായിട്ട് ലക്ഷദ്വീപിൻ്റെ വികസനത്തിൽ നല്ല പങ്ക് വഹിച്ച പല അഡ്മിനിസ്ട്രേറ്റർമാരും ഒറ്റയ്ക്കും കൂട്ടായും ഇവരൊക്കെ ഗവൺമെൻറ്റിനോടും ഹോം മിനിസ്റ്ററോടും പ്രധാനമന്ത്രിയോടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ആ രീതിയിൽ ഗവൺമെൻറ് റിസീവ് ചെയ്തതായി കാണുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അവരുടേതായ രീതിയിൽ അവരിലാണ് ഇത് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ വലിയ സമരവും കച്ചറവും ഒന്നും ആക്കി ഞങ്ങളുടെ കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നില്ല. കൂടുതലും നിയമപരമായിട്ട് തന്നെ അല്ല, നിയമത്തിൻ്റെ വഴി പോകുന്നത് പീസ്, അത് സമാധാനത്തിൻ്റെ വഴിയാണല്ലോ. അപ്പം ഞങ്ങളോട് നിങ്ങൾ ആർക്കെങ്കിലും വൻകരയിലുള്ള കേരളീയരായാലും ഇനി കർണാടകയിലുള്ള മംഗലാപുരത്തു നിന്നുള്ള ആൾക്കാരാണല്ലോ ഞങ്ങൾ ബന്ധപ്പെടുന്നവർ, അവരായാലും മറ്റു ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ, ദ്വീപിൽ വന്നവരും കണ്ടവരും കാണാത്തവരും ദ്വീപിനെക്കുറിച്ച് വല്ല മതിപ്പുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നടപടി കൊണ്ടും ഞങ്ങൾ ഈ പീസ്ഫുൾ ഒരു ലോട്ടായതുകൊണ്ടാണ്, ഒരു വളരെ സമാധാനത്തിൽ കഴിയുന്ന സന്തോഷത്തിൽ കഴിയുന്ന ഒരു ജനത ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനെ
ഭംഗം വരുത്തുന്ന യാതൊരു നടപടിയിലേക്കും ലക്ഷദ്വീപിലെ ഒരു ആളും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ മുമ്പൊരിക്കലും ഗവൺമെൻറ്റിനോട് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. അപ്പം ഞങ്ങൾക്കറിയാം ഈ സമാധാന മാർഗത്തിലൂടെ തന്നെ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാം. ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ അധികാരികളിൽ നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ഇതേ സമാധാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉദ്ദേശം നേടിയെടുക്കാൻ സാധിക്കും. ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കും. ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ സാധിക്കും. ഞങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കാൻ സാധിക്കും എന്ന് ഉത്തമം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഭരണഘടനയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, കോടതികളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ജനാധിപത്യ ഗവൺമെൻറ് എല്ലാ മതസ്ഥർക്കും തുല്യമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നമ്മുടെ ആ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ മുഴുവനായി ഉൾക്കൊണ്ട് അതിലനുസരിച്ച് അതിൽ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നേടാം എന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമാധാനത്തിൻ്റെയും ഈ നിയമത്തിൻ്റെയും മാർഗം മാത്രമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സ്വീകരിക്കുകയുള്ളൂ.